പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ എൻ്റെ വീട്ടിൻ്റെ റബ്ബറും തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഈ നാടിൻ്റെ കർഷക സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന രീതിയിലാണ് ഞാൻ ചർച്ചയിൽ ഈ ഒരു ലൈവിൽ വരാൻ കാരണം. ഈ നാട്ടിൽ BJPയുടെ NDAയുടെ ഒരു സ്ഥാനാർത്ഥി വരണമെന്ന്, നന്നായി വരണമെന്ന്, നല്ലൊരു സ്ഥാനാർത്ഥി വന്നാൽ തീർച്ചയായും പൊതുസമൂഹത്തിൽ വളരെ വലിയ, തീർച്ചയായും ഈ നാട് മുഴുവൻ, പ്രത്യേകിച്ച് ശബരിമല ഈശ്വര വിശ്വാസവുമായി ആചാര ലംഘനത്തിനെതിരെ നടത്തിയ പോരാട്ടങ്ങൾ നടത്തിയവർ, ഒപ്പം ഈ നാട്ടിലെ ജനത, റബ്ബർ കർഷകർ, സാധാരണ കർഷകർ ഉൾപ്പെടെ ആഗ്രഹിച്ചത് PC ജോർജിനെ തന്നെയാണ്. അദ്ദേഹം സർവാത്മന, അദ്ദേഹത്തിന് പല കുറ്റങ്ങൾ പറയാൻ പലർക്കും ഉണ്ടെങ്കിലും 40 വർഷം പൊതുപ്രവർത്തനം നടത്തി, 50 വർഷം പൊതുപ്രവർത്തനം നടത്തി, 40 വർഷം MLA ആയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് BJPയിലേക്ക്, അദ്ദേഹത്തിന്റെ മകനുമായി ആയിരക്കണക്കിന് പ്രവർത്തകരുമായി ഈ പാർട്ടിയിൽ ചേർന്നാണ്. അദ്ദേഹം തീർച്ചയായും ഈ നാട്, ഈ ജനത, ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം, ഇവിടുത്തെ ഈശ്വര വിശ്വാസികൾ എല്ലാവരും ആഗ്രഹിച്ച ഇവിടുത്തെ ഓരോ മണൽപ്പൊരി പോലും അദ്ദേഹത്തെ മോഡിയുടെ ഗ്യാരണ്ടിക്കായി, ഈ നാടിന്റെ ഗ്യാരണ്ടിക്കായി അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ ഈശ്വരാൽ ആഗ്രഹിച്ച ഒരു പ്രിയപ്പെട്ടവർ, ഇത് കിട്ടുന്നത് പോലും അറിഞ്ഞുകൂടാ. കാര്യം നിരന്തരം ഇതുപോലെ കോളുകളാണ്, ഇതുപോലുള്ള ജനകീയ വിഷയങ്ങളാണ്, പൊതുസമൂഹത്തിന്റെ പ്രശ്നങ്ങളാണ്, കർഷകരുടെ പ്രശ്നങ്ങളാണ്, സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ്. അവരെല്ലാവരും ഒരാളുടെ പേരാണ് ആഗ്രഹിച്ചത് ഈ നാട്ടിൽ വരാൻ, PC ജോർജ്. ഒരു പക്ഷേ ആന്റണിയെയും തോൽപ്പിക്കാൻ ഈ 15 വർഷം ഈ നാട്ടില് എൻ്റെ വലിയ വലിയ തെളിവുകൾ ഞങ്ങൾ പൊതുസമൂഹത്തിൽ നാളെ എന്തായാലും ഇതെല്ലാം ഹാജരാക്കും. ഇപ്പം മത്സരത്തിന് ഇല്ലെങ്കിൽ പോലും അതിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. 246 ഹൈലജൻ 8 GB അല്ലെങ്കിൽ 8 ബോളിന്റെ 8 മീറ്റർ ഹൈറ്റുള്ള പിന്നെ ഈ മിനി ഹൈമാക്സ് വെച്ചതിനകത്ത് 2,30,000 രൂപയാണ് ആന്റണി എന്ന് പറയുന്ന ഒരാൾ വാങ്ങിയിരിക്കുന്നത്. അയാള് ഇത് ചെയ്തിരിക്കുന്നത് കേരളത്തിന്റെ ഒരു സർക്കാർ സ്ഥാപനം വെച്ചാണ്. പക്ഷെ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു സ്വകാര്യ കമ്പനിയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സ്വകാര്യ കമ്പനി അയാളുടെ ഒരു കുത്തക കമ്പനിക്കാണ് സബ് കോൺട്രാക്ട് കൊടുത്തത്. അത് നമുക്ക് 52,000 രൂപയ്ക്ക്, ഞാൻ നന്നായി പറയുന്നു, ഒരു 48,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ പ്രവർത്തനമാണ്. ഇയാള് 2 ലക്ഷം രൂപ അതിനകത്ത് പച്ചയ്ക്ക് ഇവൻ കളിപ്പിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. 2 തോമസ് ഐസക് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാള് നല്ലതായിരുന്നെങ്കിൽ, ഈ നാട്ടിൽ നല്ലത് ചെയ്തിരുന്നെങ്കിൽ പിണറായി വിജയൻ അയാളെ വീണ്ടും ധനകാര്യമന്ത്രിയാക്കില്ലേ? എന്തുകൊണ്ടാക്കിയില്ല എന്ന് ചോദിച്ചാൽ, വളരെ ഗുരുതരമായി ഈ നാടിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന, ഈ നാടിനെ നശിപ്പിക്കുന്ന, ഈ കേരളത്തിലെ ഓരോ മലയാളിക്കും കടമുണ്ടാക്കുന്ന തരത്തിൽ വിദേശത്തുനിന്ന് അയാൾ കടമെടുപ്പിച്ച് ഈ നാടിനെ കുട്ടിച്ചോറാക്കി. മാത്രമല്ല, പൊതുസമൂഹത്തിൽ, പൊതുധാരയിൽ അയാളെ നന്നായി അറിയാവുന്നവർ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടിച്ചേർക്കും. ഈ അവസരത്തിൽ PC ജോർജ് എന്ന് പറയുന്ന ഏറെ ബഹുമാനായ ഒരു സ്ഥാനാർത്ഥി ഇവിടെ വന്നിരുന്നെങ്കിൽ അദ്ദേഹം ജയിച്ചിരിക്കാം, അദ്ദേഹം ജയിക്കും എന്ന് ഈ എന്നെ പോലെ തന്നെ എല്ലാ പത്തനംതിട്ടക്കാരും ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ സ്വാഭാവികമായും PC ജോർജ് വരുമെന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നു PC ജോർജിനെ മാറ്റാൻ വേണ്ടി ഒരു വലിയ സമൂഹം പ്രവർത്തിച്ചു എന്ന് പറയും. ആരാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല ഒരുപക്ഷെ BDJSന്റെ നേതാവ് ഇത്തരത്തിൽ പ്രവർത്തിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പക്ഷേങ്കിൽ PC ജോർജ് സാർ അത് പറയുന്നു. BDJS ഈ നാട്ടിലെ ഏതെങ്കിലും പൊതുധാരയിൽ എന്തെങ്കിലും ഒരു സംഭാവന ചെയ്ത പാർട്ടിയാണ്. ശരി, അവർ ചെയ്തു എന്ന് നമ്മൾ ഉൾക്കൊള്ളും.
അവര് പറഞ്ഞിട്ട് ഇത് മാറ്റുക എന്ന് പറയുന്നത് എത്ര നിന്ദ്യമാണ്. ശരി, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം മിണ്ടാതിരുന്നിരുന്ന സമയത്ത് തിരുവനന്തപുരത്തിന്റെ ജില്ലാ പ്രസിഡന്റ് പറയാണ് അയാളുടെ ഏതാണ്ട് പോക്കറ്റിലിരുന്ന സ്ഥാനാർത്ഥിയെ പോലെയാണ് അയാൾ ആരെ അവതരിപ്പിക്കുന്ന അനിൽ ആന്റണി. അനിൽ ആന്റണി നല്ല ചെറുപ്പക്കാരനാണ്, അതിനകത്തൊന്നും തെറ്റൊന്നുമില്ല, അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. അനിൽ ആന്റണി ഒരു കുഴപ്പമുണ്ടാക്കിയ ആളാന്നൊരു പറയുന്നത്. പക്ഷെങ്കിൽ ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ ആവശ്യത്തിന് ഈ ജനതയുടെ ആഗ്രഹം PC ആയിരുന്നു. ഈ നാട്ടിലെ തീവ്രവാദ പ്രസ്ഥാനത്തിനെതിരെ, STPക്കെതിരെ, ഇവിടുത്തെ ഈ മതമൗലികവാദികൾക്കെതിരെ, ജിഹാദികൾക്കെതിരെ ശബ്ദമുയർത്തിയ ആളാണ് PC. ഈ നാട്ടിലെ ശബരിമലയിൽ ആചാര ലംഘനത്തിനെതിരെ പോരാട്ടങ്ങൾ നടത്തിയപ്പോൾ ഈ ജനത, ഈ ആദിമ ജനത ഇതിനെതിരെ സംസാരിച്ചപ്പോൾ പോരാട്ടം നടത്തിയ ആളാണ് PC. അയാൾ ഇവിടെ സ്ഥാനാർത്ഥിയാവണ്ടേ? അയാൾക്ക് നല്ലപോലെ 40 വർഷത്തെ പാരമ്പര്യമുണ്ട്, ഭരണഭാഷ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനുള്ള കഴിവും തൻ്റെ ഇടവും പ്രാപ്തിയുമുണ്ട്. അപ്പോഴെന്തിനാണ് വേറൊരു പരിഗണന? അപ്പം ഇവിടുത്തെ ജില്ലയിൽ ഇവർ ഫോൺ കോൾ വിളിച്ചു, എന്നെ വിളിച്ചിട്ടുണ്ട്, ഇവിടുത്തെ ജില്ലാ നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്, സംസ്ഥാന നേതാക്കന്മാരെ വിളിച്ചിട്ടുണ്ട്, ബൂത്ത് വരെ വിളിച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി ഒറ്റ ശബ്ദത്തോടെ പറഞ്ഞ പേരാണ് PC-യുടെ പേര്. അതിനുശേഷം ആരാധനായ സംസ്ഥാന അധ്യക്ഷന്റെ സുരേന്ദ്രൻജി മത്സരിക്കണമെന്നാണ് ഞാൻ ഉൾപ്പെടെ പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞത് ഇവിടെ ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെ ജിതേഷ് ജിയോ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ MS സുനിൽ ജിയോ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പറഞ്ഞത്. PC ജോർജാണ് ഈ നാടിന്റെ ശബ്ദമായി ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ പറഞ്ഞ പേര് PC-യാണ്. അപ്പൊ മോഡിജി പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇത് മാറ്റാൻ ബാക്കി സംസ്ഥാനത്തെ എല്ലായിടത്തും ബാക്കി നിൽക്കാൻ നിശ്ചയിച്ചവർ തന്നെയാണ് മത്സരിച്ചത്, അവർ തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പൊ ഇവിടെ മാത്രം എന്താടോ ഈ മോഡി പറഞ്ഞു എന്ന് പറഞ്ഞ് മത്സരം? അതെന്തൊരു മത്സരമാടോ? ബാക്കി എല്ലായിടത്തും അവിടുത്തെ നേതൃത്വം പറഞ്ഞവരെ തന്നെയാണ്. ഇവിടെ മോഡിജിയുടെ പേര് പറഞ്ഞ് ആരെ ഭീഷണിപ്പെടുത്തുന്നത്? ഞങ്ങളാരും മോഡിജിക്ക് എതിരല്ല. ഇവിടെ ആരും മോദിജി ഈ നാടിന്റെ ജനതയുടെ ഭാഗമാണ്, ജനതയ്ക്ക് വേണ്ടി ഈ നാടിനെ ശബ്ദിക്കുന്നവരാണ്. നിങ്ങൾ ആരോടാണ് ഇത് പറയുന്നത്? പിതൃശൂന്യതയാണ് കാണിച്ചത്, പിതൃശൂന്യത. ഈ നാടിന്റെ ജനതയുടെ ശബ്ദം കേൾക്കാതെ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ 1,00,000 വോട്ട് തയ്ക്കത്തില്ല. 1,00,000 വോട്ട് നിങ്ങൾ എണ്ണി വെച്ചു. നിങ്ങൾ മത്സരിച്ചു നോക്കൂ. ഈ നാട് നിങ്ങൾക്ക് അനുകൂലമല്ല സാർ. നിങ്ങൾ ഈ ജനതയുടെ ശബ്ദം കേൾക്കാതെ, ഈ നാടിന്റെ ശബ്ദം കേൾക്കാതെ, കൃത്യമായി ഈ ജനതയോട് സംവദിക്കാതെ ആരെങ്കിലും കച്ചവടക്കാർ പറയുന്നത് കേട്ടിട്ട് പോയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. 1,00,000 വോട്ട് തയ്ക്കില്ല. കാണാം സാർ.